നമ്മൾ ഇന്ന് ഇന്റീരിയറിൽ മെയിൻ ആയിട്ട് ചൂസ് ചെയ്ത് കൊണ്ടിരിക്കുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ്. അതിൽ മെയിൻ ആയിട്ടായിരുന്നു വുഡ്, പ്ലേവുഡ്, MDF, മൾട്ടിവുഡ്, PVC ബോർഡ് എന്ന് പറയും. അതിനുശേഷം വന്നതാണ് ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് നമുക്ക് ഇപ്പോൾ ചൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന 3 ലെയർ WPC. ഇത്രയും പ്രൊഡക്റ്റുകൾ നമ്മൾ ചൂസ് ചെയ്യുന്നത് ഇന്റീരിയറിൽ. ഇതിന്റെ ഒക്കെ ഡ്യൂറബിലിറ്റി ഡിഫറെന്റ് ആണ്, ഇതിന്റെ പ്രൈസ് ലിസ്റ്റും ഡിഫറെന്റ് ആണ്. നമ്മളൊരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ അതിന്റെ ബഡ്ജറ്റിങ് കാണുമ്പോൾ ഏത് പ്രൊഡക്റ്റ് ആണ് അതിലേക്ക് ആപ്റ്റ്, നമ്മൾ ഡ്യൂറബിലിറ്റിയും കൂടി കണക്കിലെടുത്ത് വേണം ആ പ്രൊഡക്റ്റ് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഈ പ്രൊഡക്റ്റുകളിൽ നമ്മൾ ഡിസൈനിലോട്ട് ഏറ്റവും ആപ്റ്റായതും നമ്മളെ സൈറ്റ് കണ്ടീഷനിൽ ആപ്റ്റായതും ഏതാണോ ആ പ്രൊഡക്റ്റ് വേണം ആർക്കിടെക്റ്റിനായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ പ്രൊജക്റ്റിലോട്ട് നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇതിനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മളൊരു ഇൻറ്റീരിയർ നമ്മൾ ഒരു 10 വർഷത്തിന് ഉദ്ദേശിച്ച് ചെയ്യുന്ന ഇൻറ്റീരിയറിന് നമ്മൾ 10 വർഷം ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇട്ടാൽ മതി. നേരെ മറിച്ച് ഒരു 30 വർഷത്തിനുള്ള നമ്മൾ അതിൻ്റെ ടൈം പീരീഡ് കാണണമെങ്കിൽ 30 വർഷത്തിനുള്ള ഡ്യൂറബിലിറ്റി ഉള്ള പ്രൊഡക്റ്റ് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. ഇതാണ് ഇതിൽ മെയിനായിട്ട് നമ്മൾ പ്രൊഡക്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം.